ക്ഷമിക്കണം, എനിക്ക് പ്രസംഗം തീരെ വശമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞാൻ നിന്നിട്ട് ഇങ്ങനെ പറയേണ്ടത് വന്നത്. സ്റ്റേജിലും സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലെ നമസ്കാരം. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ആ 72 ദിവസങ്ങളിൽ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഈ സ്റ്റേജിലും മുന്നിലും ഇരിക്കുന്നത്. അപ്പം രാഘവേട്ടനാണെങ്കിലും അന്ന് 3 കൗൺസിലർമാരല്ലേ, ഒരാളന്ന് മേയറാണ്. കുട്ടനെ ഇഷ്ടപ്പെട്ട 3 ആൾക്കാരാണ് ഇവരൊക്കെ. പിന്നെ രാഘവേട്ടൻ ഇവിടെ വീട്ടിലില്ലാത്തപ്പോൾ ഷിരൂരുണ്ടാവും, അല്ലെങ്കിൽ ബാംഗ്ലൂരിൻ്റെ മീറ്റിങ്ങിലുണ്ടാവും. അങ്ങനെ എല്ലാവരും ഇതായത് ബന്ധപ്പെട്ട് ഈ കാണുന്ന എല്ലാവരും നമ്മുടെ വീട്ടിൽ എന്നുള്ള ആളുകളാണ്. എനിക്ക് ഇങ്ങനെ ഈ ബുക്ക് പ്രസിദ്ധീകരിക്കണമെന്ന് വിചാരിക്കാതെ തന്നെ ഞാൻ എഴുതിയ ബുക്കാണ്. പക്ഷെ എൻ്റെ മനസ്സിനോട് ഒരു നീതി പുലർത്തുക എന്നുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഇത് ബുക്കാക്കാന്ന് പറഞ്ഞപ്പം അതിൽ പിന്നെ ചെയ്യാൻ തുടങ്ങിയത്. കാരണം മനസ്സ് ഈ പുറലോകമായിട്ട് ബന്ധപ്പെടാത്തൊരവസ്ഥയിൽ കൂടെ പോയ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ആ ദിവസങ്ങളിൽ ഒരു തരം ഭ്രാന്ത് അല്ലെങ്കിൽ ഒരു മായാലോകം, ഇതിൽ ഞാൻ സ്വയം ഒളിച്ച ഒരു ഒളിക്കലാണ് എൻ്റെ എഴുത്തിൻ്റെ കുറിപ്പുകളൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ മോൻ ദേവകുമാരനായി ഞാൻ ആ സ്വപ്നത്തിൽ കൂടെ ജീവിച്ചു. പിന്നെ എനിക്ക് ചില തെറ്റുകളും പറ്റിപ്പോയി. ആ തെറ്റുകൾ എങ്ങനെയും നമ്മുടെ മനസ്സിനെ സ്വസ്ഥമായ ഭാഷയിൽ തന്നെ പുറത്തെത്തിക്കണം എന്ന് എൻ്റെ മനസ്സിൽ ആദ്യ ആഗ്രഹം കഴിഞ്ഞു. അതായത് അത്രയും മറ്റൊന്നും വലുതല്ല എൻ്റെ മോനെക്കാട്ടിലുള്ള ചിന്തയെന്ന് ഞാൻ നമ്മളെ സകല സിസ്റ്റത്തിനെയും തള്ളി പറയേണ്ട ഒരു ഗതികേട് ഒരു പ്രാവശ്യം എനിക്ക് വന്നു. പിന്നെ ഞാൻ അത് ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ കേരളത്തിലെ സർക്കാർ, കർണാടകയിലെ സർക്കാർ, ഇവരെ ഇടപെടൽ, പുറലോകം കാണാത്ത കുറേ മുഖങ്ങൾ ഒത്തുചേർന്നിട്ടാണ് കുട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. പക്ഷേ കുട്ടനെ കിട്ടിയില്ല, എനിക്കൊരു തരം ഭ്രാന്തായി പോകും. ഞാൻ പ്രത്യേകിച്ച് പറയുന്നൊരു മുഖം, ഒരു ജോമോണ്ട്, ഒരു കരാർ തൊഴിലാളിയാണ്. അവിചാരിതമായിട്ട് ആ നദിയിൽ തന്നെയുള്ള മറ്റൊരു അപകടത്തിൽ ആ സർക്കാർ സഹായത്തിന് വിളിച്ച ജോമോനാണ് നമ്മളെ ഈ ലോറി മുങ്ങി കൈകൊണ്ട് തപ്പി കണ്ടുപിടിക്കാനുള്ളൊരു അവസരം ഉണ്ടായത്. ഇങ്ങനെ പുറമേക്ക് അറിയാത്ത ഒരുപാട് മുഖങ്ങളെ പരിചയപ്പെടുത്തുകയെന്നും ഒക്കെയുള്ള വിചാരത്തിലാണ് ആ ദിവസങ്ങളിൽ കൂടെ നിന്നവർ. ആ ദിവസങ്ങളൊക്കെ തന്നെ ഞാൻ എന്തനുഭവിച്ചോ, ഞങ്ങൾ എന്തനുഭവിച്ചോ, ഞങ്ങൾ ഇപ്പം ഞാനും പ്രേമേട്ടനാണേലും പരസ്പരം കാണാതെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാതെ ആഴ്ചകളോളം നിന്നുണ്ട്. കാണാനും സംസാരിക്കാനും കഴിയില്ല. രാവിലെ തൊട്ട് രാത്രി വരെ അത്ര ആളുകളുണ്ടാവും. ഒരു 8 ദിവസമൊക്കെ ഉറങ്ങാതെ നിന്നപ്പോൾ എനിക്ക് ഒരു തരം ഭ്രാന്തമായ അവസ്ഥയാണ് വന്നത്. ആ അവസ്ഥയിൽ നിന്നാണ് ഇവിടെ കേരള സമൂഹത്തിനെ ചൊടിപ്പിച്ച സംഭവങ്ങളും സംഭാഷണങ്ങളും ഒക്കെ എൻ്റെ വായന വീണത്. അതിനുള്ള ഒരു തിരുത്തും കൂടിയാണ് എൻ്റെ പുസ്തകം. ആരും ഹേർട്ട് ചെയ്യുന്നില്ല, ആരെയും വിഷമിപ്പിക്കുന്നില്ല. സഹായം തന്ന എല്ലാവരോടും നന്ദി മാത്രം. നമ്മുടെ കേരള സർക്കാരിൻ്റെ വിവരങ്ങൾ അന്നേരം നമ്മൾ കളക്ടർ മുഖാന്തരം രേഖകളായിട്ട് കയ്യിലെത്തി. കർണാടക സർക്കാരിൻ്റെതും സ്നേഹന്മാർ മുഖാന്തരം നമ്മളെ കൈകളിലെത്തി. അതൊക്കെ ഇപ്പം ഈ ബുക്കിൻ്റെ അകത്ത് ഒരു എന്നും നിലനിൽക്കുന്ന ഒരു തെളിവായിട്ട് ഓരോ കാലങ്ങളിലും വിമർശന സ്വഭാവമുള്ള ആളാണ് ഞാൻ. ഓരോ കാര്യങ്ങളെയും വിമർശിക്കേണ്ടതിന് വിമർശിക്കും. എന്നാലും എനിക്ക് വിമർശനങ്ങളിൽ പറ്റിപ്പോയ തെറ്റുകളെ ഞാൻ സ്വയം ഏറ്റെടുക്കുകയാണ്. എല്ലാവരോടും നന്ദി മാത്രം. ഞങ്ങളെ എല്ലാവരും കൂടെ ചേർത്ത് പിടിച്ചത് കൊണ്ട് തിരിച്ചു കിട്ടിയാണ് കുട്ടനെ. കുട്ടൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ദൈവത്തിന് പൂജ ചെയ്യും പോലെ അന്ന് തൊട്ട് ഇന്ന് വരെ കുട്ടനെ പൂവിട്ടുകൊണ്ടാണ് എൻ്റെ ഒരു ദിവസം ആരംഭിക്കുക. ആ ശക്തി എന്നെ മുന്നോട്ട് ജീവിക്കാൻ സമ്മതിക്കും. ചില ആളുകളൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് എണീച്ച് നടക്കുന്നത്, ഇത്ര പെട്ടെന്ന് ഈ പുറത്തേക്ക് ഇറങ്ങാനായോ. എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഒന്നും വിചാരിക്കാനില്ല.
ഒരു സമയത്ത് ബീന ഫിലിപ്പ് വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് ആളാരാന്ന് പോലും പെട്ടെന്ന് ഊഹിക്കാൻ പറ്റാത്ത തരത്തിൽ എൻ്റെ ബുദ്ധി മന്ദീഭവിച്ചു പോയി. ഏതോ ഒരു സ്ത്രീ വന്നെന്നുള്ള മാതിരി. അപ്പൊ അവര് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിപ്പോൾ മേയറല്ല, എനിക്ക് ഇത്രയൊക്കെ ഒരു മന്ദഗതി എൻ്റെ തലച്ചോറിന് വന്നു പോയോ എന്നുള്ളത് തോന്നി. അങ്ങനത്തെ അവസ്ഥയിൽ പറ്റിപ്പോയ തെറ്റ് എല്ലാവരും ക്ഷമിക്കുക. ബാക്കിയുള്ളത് പുസ്തകം കുറച്ച് ദിവസം കൊണ്ട് എത്തും. അപ്പം എല്ലാവരും അതിൽ വായിച്ചിട്ട് എന്താ ചാന്നതിന് ശേഷം കൂടുതലൊന്നും പറയുന്നില്ല. നന്ദി.